الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفأمن أهل القرى أن يأتيهم بأسنا بياتا وهم نائمون أوأمن أهل القرى أن يأتيهم بأسنا ضحى وهم يلعبون أفأمنوا مكر الله فلا يأمن مكر الله إلا القوم الخاسرون. ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികൾ, നശ്വരമായ ഐഹിക ജീവിതത്തിലുടനീളം സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിതം നയിക്കണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യരായ നമ്മൾ ഈ ഭൂമിയിൽ അഹങ്കാരമേതുമില്ലാതെ വിനയത്തോടുകൂടി താഴ്മയോടുകൂടി ജീവിക്കേണ്ട ആളുകളാണ്. പരമകാരുണികന്റെ യഥാർത്ഥ ദാസന്മാരുടെ സ്വഭാവം വിശദീകരിച്ചുകൊണ്ടുള്ള സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് വളരെ വിനയാന്വിതരായിക്കൊണ്ടായിരിക്കും ഇബാദുർ റഹ്മാൻ ഭൂമിയിലൂടെ നടന്നു പോവുക എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പാരത്രിക ഭവനം അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നത് ഭൂമിയിൽ യാതൊരു ഔന്നത്യം ആഗ്രഹിക്കാത്ത, കുഴപ്പം ഉദ്ദേശിക്കാത്ത ആളുകൾക്ക് വേണ്ടിയാണ് എന്ന് സൂറത്ത് ഖസസിലെ 83-ാമത്തെ വചനത്തിലും അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്ത് ഇസ്രായിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് വലാ തംശി ഫിൽ അർളി മറഹൻ, ഭൂമിയിലൂടെ നീ അഹന്തയോടുകൂടി നടക്കരുത്, അഹംഭാവത്തോടുകൂടി അഹന്തയോടുകൂടി നീ നടക്കാൻ പാടില്ല. ഇന്നകലൻ തഹ്രിഖൽ അർള, നീ എത്ര തന്നെ അഹങ്കരിച്ചു കൊണ്ടുപോയാലും ഈ ഭൂമിയെ പിളർത്താനൊന്നും നിന്നെ കൊണ്ട് കഴിയില്ല. വലൻ തബ്ലുഗൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല, പർവ്വതങ്ങളോളം ഉയരത്തിലെത്താനും നിനക്ക് കഴിയില്ല എന്ന് ഖുർആൻ സൂറത്ത് ഇസ്രായിലെ 37-ാം വചനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ വിനയത്തോടുകൂടി ജീവിക്കുവാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും മനുഷ്യർ പലപ്പോഴും അഹംഭാവത്തിന്റെ സ്വഭാവങ്ങൾ, ലക്ഷണങ്ങൾ തങ്ങളുടെ സ്വഭാവങ്ങളിൽ കാണിക്കാറുണ്ട്. തനിക്ക് താൻ തന്നെ മതി എന്ന ഒരു തോന്നൽ, തന്നെ തന്നെ സ്വയം പര്യാപ്തനായി കണ്ടുകൊണ്ട് മനുഷ്യൻ അഹങ്കാരിയായി മാറുന്ന, ധിക്കാരിയായി മാറുന്ന അവസ്ഥയാണ് ഇതിന്റെയൊക്കെ ഒരു കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൂറത്തുൽ അലഖിൽ നമുക്കൊക്കെ സുപരിതമായ ഒരു ആയത്ത് ഇപ്രകാരം കാണാൻ സാധിക്കും: കല്ലാ ഇന്നൽ ഇൻസാന ലയതുഗ, നിസ്സംശയം, ഒരു സംശയവും വേണ്ട, മനുഷ്യൻ തീർച്ചയായും അവൻ ധിക്കാരിയായിരിക്കുന്നു, മനുഷ്യൻ ധിക്കാരിയായി മാറിയിരിക്കുന്നു. എങ്ങനെയാണ് അവൻ ധിക്കാരിയായി മാറിയത്?
തന്നെ സ്വയം പര്യാപ്തനായി അവൻ കണ്ടതിനാൽ, തനിക്ക് താൻ തന്നെ മതി എന്ന ഒരു ചിന്ത, ആ ഒരു ചിന്ത അവന്റെ മനസ്സിൽ ഉണ്ടായതിനാൽ, തന്നെ സ്വയം പര്യാപ്തനായി കണ്ടതിനാൽ അവൻ അഹങ്കാരിയായി മാറുന്നു. മനുഷ്യൻ തന്റെ സാങ്കേതിക വിദ്യ, താൻ മനുഷ്യ സമൂഹം ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന തങ്ങളുടെ സാങ്കേതിക വിദ്യകൾ ഇതൊക്കെ തങ്ങളെ രക്ഷിച്ചുകൊള്ളും എന്ന് വിചാരിച്ചുകൊണ്ട് അതിലൊക്കെ സ്വയം പര്യാപ്തത നടിച്ചുകൊണ്ട് ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അഹംഭാവത്തോടുകൂടി പോകുന്നു. അതല്ലെങ്കിൽ തന്റെ സമ്പന്നത, അതുമല്ല എങ്കിൽ തന്റെ ആരോഗ്യം, ഇതൊക്കെ കൊണ്ട് തനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ ജീവിച്ചു പോകാം, ഇവിടെ നിലനിൽക്കാൻ കഴിയും, ഒരാപത്തും ഒരു ബുദ്ധിമുട്ടും തനിക്ക് അനുഭവിക്കേണ്ടി വരില്ല എന്ന ഒരു ചിന്ത, ഇത് പലപ്പോഴും മനുഷ്യനെ അതിക്രമകാരിയും ധിക്കാരിയും ഒക്കെയാക്കി മാറ്റുമെന്നതാണ് ഖുർആനിക പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ നമ്മേക്കാൾ ശക്തരായിട്ടുള്ള ഒരുപാട് സമൂഹങ്ങളെ നശിപ്പിച്ച ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പൂർവ്വ സമൂഹങ്ങളെ നശിപ്പിച്ചതിന്റെ, ഉന്മൂലനം ചെയ്തതിന്റെ ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വിവിധ രീതികളിൽ അത് നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ ചരിത്ര പാഠങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സൂറത്ത് യൂസുഫിലെ 111-ാമത്തെ വചനം. അവിടെ പ്രവാചകന്മാരുടെ പ്രബോധിത സമൂഹത്തിന്റെയും പ്രതികരണങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചതിന് ശേഷം അള്ളാഹു പറയുന്നത്, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്, തീർച്ചയായും അവരുടെ ചരിത്ര കഥകളിൽ, അവരുടെ ചരിത്രത്തിൽ തീർച്ചയായും ബുദ്ധിമാന്മാരായ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ സംഭവിച്ചു പോയത്? എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ഉന്മൂലനാശം വരുത്തപ്പെടാൻ കാരണമായിട്ടുള്ളത് എന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ആ പാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എവിടെയൊക്കെയാണ് അവർക്ക് പോരായ്മകൾ സംഭവിച്ചത്, ആ പോരായ്മകൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധ പുലർത്തണം എന്നതാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. പൂർവ്വ സമൂഹങ്ങളെ അള്ളാഹു നശിപ്പിച്ചതിന്റെ കാരണങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒന്നാമത്തെ കാരണം അഹങ്കാരം തന്നെയാണ്. ഒരു കാരണം അഹങ്കാരം തന്നെയാണ്. ആലോചിച്ച് നോക്കൂ, ആദ് സമൂഹത്തെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആദ് സമൂഹം അതിശക്തരായ ആളുകളായിരുന്നു, അങ്ങേയറ്റം കഴിവുള്ള, വളരെ ശക്തിയുള്ള ഒരു വിഭാഗം ആളുകളായിരുന്നു അവർ തങ്ങളുടെ ശക്തിയിൽ അഭിരമിക്കുകയും എന്നിട്ട് തങ്ങളെ വെല്ലുവാൻ ആരും ഈ ലോകത്തില്ല എന്ന ചിന്തയോടുകൂടിയുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ അത് സൂറത്ത് ഫുസ്സിലത്തിലെ 15-16 വചനങ്ങളിലൂടെ എടുത്തുദ്ധരിക്കുന്നുണ്ട്. എന്നാൽ ആദ് സമൂഹമാവട്ടെ അവർ ഭൂമിയിൽ അഹംഭാവം നടിച്ചു, അവരഹങ്കരിച്ചു. ബിഗൈരിൽ ഹഖ്, യാതൊരു ന്യായവുമില്ലാതെ അഹങ്കരിക്കാൻ അവർക്ക് യാതൊരു വകുപ്പുമില്ല. അങ്ങനെ അഹങ്കരിക്കാൻ യാതൊരു ന്യായവുമില്ലാതെ അവർ അഹങ്കരിക്കുകയുണ്ടായി. എന്നിട്ട് അവർ ചോദിച്ചു, വഖാലൂ മൻ അശദ്ദു മിന്നാ ഖുവ്വ, ഞങ്ങളെക്കാൾ ശക്തിയിൽ മികച്ച ആളുകൾ ഇവിടെ ആരുണ്ട്? ഞങ്ങളെക്കാൾ ശക്തന്മാരായ ആളുകൾ ആരാണ് ഈ ലോകത്ത് മറ്റു ആളുകളായിട്ടുള്ളത് എന്നവർ വെല്ലുവിളിക്കുകയുണ്ടായി. അതിന് അള്ളാഹുവിന്റെ മറുപടി, അള്ളാഹു ഇങ്ങനെ പറയുന്നു, അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖഹും ഹുവ അശദ്ദു മിൻഹും ഖുവ്വ, അവർ കണ്ടില്ലേ അവരെ പടച്ചവനായ ഒരു രക്ഷിതാവ്, എത്രമാത്രം ശക്തന്മാരായ മല്ലന്മാരായ ഈ ആളുകളെ പടച്ച ഒരു രക്ഷിതാവുണ്ടല്ലോ, സൃഷ്ടികർത്താവുണ്ടല്ലോ, ആ രക്ഷിതാവ് ഹുവ അശദ്ദു മിൻഹും ഖുവ്വ, ആ സൃഷ്ടികർത്താവ് അവരെക്കാൾ ശക്തനാണെന്ന കാര്യം അവർ മനസ്സിലാക്കിയില്ലേ, അതവർ കണ്ടില്ലേ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. എന്നിട്ട് അവർക്ക് നേരിടേണ്ടി വന്ന ശിക്ഷയെക്കുറിച്ചും മറ്റും ഖുർആൻ വിവരിക്കുന്നു. വകാനൂ ബി ആയാതിനാ യജ്ഹദൂൻ, ഈ ആളുകൾ, ധിക്കാരികളായ ആളുകൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിക്കുകയായിരുന്നു. ഫഅർസൽനാ അലൈഹിം റീഹൻ സുർസുറൻ ഫി അയ്യാമിൻ നഹിസാത്തിൻ, അതിനാൽ അഹംഭാവം നടിച്ച സമൂഹത്തിന്റെ നേരെ ഉഗ്രമായ ശീതക്കാറ്റ് നാം വീശുകയുണ്ടായി. ഫി അയ്യാമിൻ നഹിസാത്തിൻ, ദുരിതം പിടിച്ച ഏതാനും ദിവസങ്ങൾ. അവരെ സംബന്ധിച്ചിടത്തോളം ദുരിതം പിടിച്ച നാളുകളായിരുന്നു ആ നാളുകൾ. ആ നാളുകളിൽ അതിശക്തമായ ശീതക്കാറ്റുകൾ അവരുടെ നേരെ അള്ളാഹു അയക്കുകയുണ്ടായി. ലിനുദീഖഹും അദാബൽ ഖിസ്യി ഫിൽ ഹയാത്തി ദുനിയ, ഇഹലോകത്ത് വെച്ച് തന്നെ അപമാനകരമായ ശിക്ഷ അവർ അനുഭവിക്കാൻ വേണ്ടി ഈ അഹങ്കാരത്തിന് ദുനിയാവിൽ വെച്ച് തന്നെ അവരെ ശിക്ഷിക്കുകയാണ് അള്ളാഹു. എന്നാൽ ഈ ദുനിയാവിലെ ശിക്ഷ കൊണ്ട് അവരുടെ പാരത്രിക ശിക്ഷ ഒഴിവാകുമെന്ന് വിചാരിക്കേണ്ടതില്ല.
വലഅദാബുൽ ആഖിറതി അഖ്സാ വഹും ലാ യുൻസറൂൻ. പാരത്രിക ലോകത്ത് അവർക്ക് വരാനിരിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് അങ്ങേയറ്റം അപമാനകരമാണ്. വഹും ലാ യുൻസറൂൻ, അവിടെ സഹായിക്കുവാൻ ഒരാളും അവർക്കുണ്ടായിരിക്കുകയില്ല എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇതിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ സാധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് മനുഷ്യന്റെ സുഖലോലുപതയും അധാർമികമായ പ്രവണതകളുമാണ്. ഒരു സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കുമ്പോൾ ആ സമൂഹത്തെ നശിപ്പിക്കുവാനുള്ള കാരണങ്ങളിൽ രണ്ടാമത്തെ കാരണം സുഖലോലുപരായിക്കൊണ്ട് മനുഷ്യന്മാർ ജീവിക്കുന്നു എന്നതാണ്. അതോടൊപ്പം തന്നെ അധാർമികമായ ജീവിതം നയിക്കുന്നു എന്നതാണ്. ഇത് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വഇദാ അറദ്നാ അൻ നുഹ്ലിക ഖറിയതൻ അമർനാ മുത്രഫീഹാ. ഏതെങ്കിലും ഒരു രാജ്യത്തെ നാം നശിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അവിടുത്തെ സുഖലോലുപരായ ആളുകൾക്ക് നാം ആജ്ഞ നൽകും. ഫഫസഖൂ ഫീഹാ, അങ്ങനെ അവർ ആ രാജ്യത്തവർ ധിക്കാരം പ്രവർത്തിക്കുകയും താന്തോന്നിത്തം നടത്തുകയും ചെയ്യും. ഫഹഖ അലൈഹിൽ ഖൗൽ, അങ്ങനെ ശിക്ഷയുടെ വചനം അവരുടെ മേൽ യാഥാർത്ഥ്യമായി തീരുകയും ചെയ്യും. ഫദമ്മർനാഹാ തദ്മീറ, അങ്ങനെ ആ രാജ്യത്തെ നാം നിശ്ശേഷം നശിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇവിടെ വേറെ ചില ഖിറാഅത്തുകളിൽ അമർനാ മുത്രഫീഹ എന്നതിന് പകരം അമ്മർനാ മുത്രഫീഹ, അവരുടെ ഭരണാധികാരികളായിക്കൊണ്ട് അവരിലെ സുഖലോലുപന്മാരെ ഭരണാധികാരികളാക്കി മാറ്റുമെന്നും ചില ഖിറാഅത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ സുഖലോലുപരായ നേതൃത്വത്തിന്റെ കീഴിൽ ധാർമ്മിക വിരുദ്ധമായ ജീവിതം നയിക്കുന്ന സന്ദർഭത്തിൽ ദൈവികമായ ശിക്ഷകൾ അല്ലെങ്കിൽ ദൈവികമായ പരീക്ഷണങ്ങൾ സമൂഹത്തിന് വരാൻ സാധ്യതയുണ്ട് എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ച സന്ദർഭത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ സൈനബ് ബിൻത് ജഹ്ഷ് എന്ന് പറയുന്ന സഹാബ വനിത ചോദിക്കുകയുണ്ടായി, അഫനഹ്ലികു വഫീന സ്വാലിഹൂൻ, പ്രവാചകരെ, ഞങ്ങളുടെ കൂട്ടത്തിൽ സൽക്കർമ്മകാരികളായ ആളുകളും ഉണ്ടാവുമല്ലോ. കുറെ ആളുകൾ ദുർവൃത്തരാണെങ്കിലും നല്ലവരായ ഒരുപാട് ആളുകളും ഈ സമൂഹത്തിൽ ഉണ്ടാകുമല്ലോ. അങ്ങനെ നല്ലവരായ ആളുകളും ഈ സമൂഹത്തിൽ ഉണ്ടായിരിക്കാൻ ഞങ്ങൾ നശിപ്പിക്കപ്പെടുമോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചക തിരുമേനി പറഞ്ഞു, ഖാല നഅം, അതെ, നശിപ്പിക്കപ്പെടും. ഇദാ കസുറൽ ഖബത്, ദുർവൃത്തി വർദ്ധിച്ചാൽ നശിപ്പിക്കപ്പെടും എന്ന് പ്രവാചക തിരുമേനി പഠിപ്പിക്കുകയാണ്. അപ്പൊ ദുർവൃത്തികൾ അധികരിച്ചു കഴിഞ്ഞാൽ ഒരു സമൂഹത്തെ ഉന്മൂലനം ചെയ്യുവാൻ അത് കാരണമായി തീരും എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ നാടുകളിൽ എന്തെല്ലാം ദുർവൃത്തികളാണ് ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. സാമ്പത്തിക രംഗത്ത്, സദാചാര രംഗത്ത്, ഓരോ രംഗത്തും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ അറുതി വരുത്തേണ്ടതുണ്ട്. സ്വയം മാറുക എന്നതാണ് ഇതിന് പരിഹാരമായിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരും സ്വയം മാറുവാൻ തയ്യാറാവണം. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയമായിക്കൊണ്ട് ജീവിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിലൂടെ പഠിപ്പിക്കുന്നു. അള്ളാഹു പറയുകയാണ്, അലം യറൗ കമാ അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിൻ ഖർനിൻ, അവരുടെ മുമ്പ് നാം നശിപ്പിച്ചിട്ടുള്ള എത്രയോ തലമുറകളുണ്ട്, അവരെയൊന്നും ഇവർ കാണുന്നില്ലേ? മുമ്പ് ഒരുപാട് തലമുറകളെ, ഒരുപാട് സമൂഹങ്ങൾ അള്ളാഹു നശിപ്പിച്ചു. മക്കന്നാഹും ഫിൽ അർളി മാ ലം നുമക്കില്ലക്കും, നിങ്ങൾക്ക് അള്ളാഹു സൗകര്യം ഏർപ്പെടുത്തി തരാത്ത അത്രയും സൗകര്യങ്ങൾ അള്ളാഹു അവർക്ക് ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രമാത്രം സൗകര്യങ്ങൾ ലഭിച്ച സമൂഹങ്ങളെ, തലമുറകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചത് നിങ്ങൾ കാണുന്നില്ലേ? വഅർസൽന സമാഅ അലൈഹിം മിദ്റാറ, സമൃദ്ധമായി അവർക്ക് അള്ളാഹു മഴ വർഷിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്തു. വജഅൽനൽ അൻഹാറ തജ്രി മിൻ തഹ്തിഹിം, അവരുടെ താഴ്ഭാഗത്തുകൂടെ അരുവികളെ അള്ളാഹു ഒഴുക്കി കൊടുത്തു. ഫഅഹ്ലക്നാഹും ബിദുനൂബിഹിം, ഇങ്ങനെയൊക്കെ അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അള്ളാഹു അവരെ നശിപ്പിച്ചു. ഫഅഹ്ലക്നാഹും ബിദുനൂബിഹിം, അവരുടെ ദമ്പുകൾ കാരണം, അവരുടെ പാപങ്ങൾ കാരണം അവരെ നാം നശിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തു, പക്ഷേ ആ സമൂഹം പാപികളായി മാറി, അധർമ്മകാരികളായി മാറി, തിന്മകളുടെ വക്താക്കളായി മാറി. അങ്ങനെ അതിന്റെ വക്താക്കളായി മാറിയപ്പോൾ ഫഅഹ്ലക്നാഹും ബിദുനൂബിഹിം, അവരെ നാം നശിപ്പിച്ചു. വഅൻശഅനാ മിൻ ബഅദിഹിം ഖർനൻ ആഖരീൻ, അവർ നശിച്ചു പോയെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പകരമായി കൊണ്ട് വേറെ സമൂഹത്തെ ഇവിടെ കൊണ്ടുവരികയുണ്ടായി എന്ന് സൂറത്ത് അൻആമിലെ 6-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. മറ്റൊരു കാരണം അതിക്രമങ്ങളും കുറ്റകൃത്യങ്ങളും വ്യാപകമാകുന്നു എന്നതാണ്. ഖുർആൻ പറയുന്നു, വലഖദ് അഹ്ലക്നൽ ഖുറൂന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് ധാരാളം തലമുറകളെ നാം നശിപ്പിക്കുകയുണ്ടായി, സമൂഹങ്ങളെ നശിപ്പിക്കുകയുണ്ടായി. എപ്പോഴാണ് അവരെ നശിപ്പിച്ചത്? ലമ്മാ വലമു, അവർ അക്രമം ചെയ്തപ്പോൾ.
നിങ്ങളുടെ മുമ്പുള്ള സമൂഹങ്ങൾ അള്ളാഹു നശിപ്പിച്ചത് ലമ്മാ വലമു, അവർ അക്രമം ചെയ്തപ്പോൾ അവരെ നശിപ്പിക്കുകയുണ്ടായി. വജാഅത്തുഹും റുസുലുഹും ബിൽ ബയ്യിനാത്ത്, പ്രവാചകന്മാർ അവർക്ക് വ്യക്തമായ തെളിവുകളുമായി കൊണ്ട് അവരുടെ അടുക്കൽ കടന്നു വന്നു. വമാ കാനൂ ലിയുഅ്മിനൂ, പക്ഷെ അവർ വിശ്വസിക്കുന്നവരായില്ല. വ്യക്തമായ തെളിവുകളുമായി കൊണ്ടാണ് പ്രവാചകന്മാർ വന്നതെങ്കിലും ആ പ്രവാചകന്മാർ പഠിപ്പിച്ച അധ്യാപനങ്ങൾ സ്വീകരിക്കുവാൻ അവർ തയ്യാറാവുകയുണ്ടായില്ല. അതിനാൽ അള്ളാഹു അവരുടെ പാപങ്ങൾ നിമിത്തം, അവരുടെ അക്രമ നിമിത്തം അവരെ നശിപ്പിക്കുകയുണ്ടായി. കദാലിക നജ്സിൽ ഖൗമൽ മുജ്രിമീൻ, കുറ്റവാളികളായ സമൂഹങ്ങളെ ഇങ്ങനെയാണ് നാം അവർക്ക് പ്രതിഫലം നൽകുക എന്ന് ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർ അക്രമങ്ങളും അതിക്രമങ്ങളും ധിക്കാരവും അധാർമികതയും ഒക്കെ അതിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ അള്ളാഹു നശിപ്പിക്കുക എന്നത് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലയുആഖിദുല്ലാഹു അൻ-നാസ ബിദുൽമിഹിം, മനുഷ്യന്മാരുടെ അക്രമം മൂലം ഉടനടി അള്ളാഹു പിടികൂടി ശിക്ഷിക്കുമായിരുന്നെങ്കിൽ മാ തറക അലൈഹാ മിൻ ദാബത്തിൻ, ഈ ഭൂമുഖത്തൊരു ജന്തുവിനെയും അവൻ ബാക്കിയാക്കുമായിരുന്നില്ല. മനുഷ്യന്മാർ ചെയ്യുന്ന തിന്മകൾക്കനുസരിച്ചുകൊണ്ട് ഉടനടി പിടികൂടിക്കൊണ്ട് ശിക്ഷിക്കുക എന്നത് അള്ളാഹു ഒരു ചര്യയായി കൊണ്ട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ മാ തറക അലൈഹാ മിൻ ദാബത്തിൻ, ഈ ഭൂമുഖത്തൊരു ജന്തുവിനെയും അവൻ ബാക്കിയാക്കുമായിരുന്നില്ല. വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ, പക്ഷേ അവൻ ഒരു നിശ്ചിതമായ അവധി വരെ നീട്ടിക്കൊടുക്കുകയാണ്. തിന്മകൾ വ്യാപകമാകുമ്പോഴും ദൈവികമായ ശിക്ഷയോ പരീക്ഷണമോ വരാതിരിക്കുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിശ്ചയിച്ച അവധി വരെ നീട്ടിത്തരികയാണ്. ഫഇദാ ജാഅ അജലുഹും, ഇനി അവരുടെ അവധി എത്തിക്കഴിഞ്ഞാലോ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരല്പസമയം പോലും വൈകിപ്പിക്കുകയോ അവരുടെ സമയമാകുന്നതിന്റെ മുമ്പ് നേരത്തെയാക്കി പിടികൂടുകയോ ചെയ്യുന്ന പ്രശ്നമില്ല എന്ന് ഖുർആൻ സൂറത്ത് നഹ്ലിലെ 61-ാമത്തെ വചനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. ദൈവികമായ ശിക്ഷ ഇറങ്ങുമ്പോൾ നേരത്തെ പ്രവാചക വചനത്തിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ അക്രമികളല്ലാത്ത ആളുകളെയും കൂടി ഇത് ബാധിക്കുമെന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ദൈവികമായ പരീക്ഷണമായിരുന്നാലും ശിക്ഷയായിരുന്നാലും ഖുർആൻ പറയുന്നു, വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്വ, നിങ്ങളിൽ നിന്ന് അക്രമം ചെയ്ത ആളുകളെ മാത്രമല്ലാതെ മുഴുവൻ ആളുകളെയും വ്യാപകമായി കൊണ്ട് ബാധിക്കാവുന്ന ഒരു പരീക്ഷണത്തെ, ശിക്ഷയെ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളണം, സൂക്ഷിച്ചുകൊള്ളണം. വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹു കഠിനമായി കൊണ്ട് ശിക്ഷിക്കുന്നവനാണെന്ന കാര്യം നിങ്ങൾ അറിയണമെന്ന് സൂറത്ത് അൻഫാൽ 25-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിച്ചു തരികയാണ്. ഈ അക്രമത്തിന്റെ ശിക്ഷ ബാധിക്കുന്നത് ചിലപ്പോൾ അക്രമികളെ മാത്രമായിരിക്കില്ല, അല്ലാത്ത ആളുകളെ കൂടി ബാധിക്കുമെന്നതാണ് ഖുർആനിക വചനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ അള്ളാഹു പരീക്ഷണങ്ങളോ ശിക്ഷയോ ഒക്കെ മനുഷ്യർക്ക് നൽകുന്നത് എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു തന്നെ അതിന്റെ കാരണങ്ങൾ വിശദീകരിക്കുന്നു. ഒന്ന്, മനുഷ്യൻ അവന്റെ അഹങ്കാരമൊക്കെ ഒന്ന് വെടിഞ്ഞ് വിനീതനായിക്കൊണ്ട് മാറുവാൻ വേണ്ടിയാണ്, വിനയാന്വിതനായിക്കൊണ്ട് മാറുവാൻ വേണ്ടിയാണ്. സൂറത്ത് അഅറാഫിലെ 94-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, വമാ അർസൽനാ ഫീ ഖറിയത്തിൻ മിൻ നബിയ്യിൻ ഇല്ലാ അഖദ്നാ അഹ്ലഹാ ബിൽ ബഅസാഇ വൽ ളറാ, പ്രവാചകന്മാരെ ഏതൊരു നാട്ടിൽ നാം നിയോഗിച്ചുവോ ആ നാടുകളിൽ അവരെ നാം ദുരിതം കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടും പിടികൂടാതിരുന്നിട്ടില്ല. എന്തിനു വേണ്ടിയാണ് അങ്ങനെ അവരെ പിടികൂടിയത്? ലഅല്ലഹും യളറഊൻ, അവർ വിനയമുള്ളവരായി മാറുവാൻ. ദൈവികമായ ശിക്ഷയും പരീക്ഷണമൊക്കെ അള്ളാഹു അവർക്ക് നൽകിയത്, ദാരിദ്ര്യവും അതേപോലെ തന്നെ ദുരിതവും കഷ്ടപ്പാടും ഒക്കെ നൽകിയത് അവർ വിനയമുള്ളവരായി മാറുവാൻ വേണ്ടിയാണ്, വിനീതരായി മാറുവാൻ വേണ്ടിയാണ് എന്ന് സൂറത്ത് അഅറാഫിലെ 94-ാമത്തെ വചനത്തിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ മനുഷ്യന്മാർ തിന്മകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ തിന്മകളിൽ നിന്ന് പിന്തിരിയുക എന്നതിനു വേണ്ടി കൂടിയാണ് അള്ളാഹു ഇത്തരത്തിലുള്ള ശിക്ഷകളും പരീക്ഷണങ്ങളും ഒക്കെ നൽകാറുള്ളത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ, വലനുദീഖന്നഹും, അവരെ നാം അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും. മിനൽ അദാബിൽ അദ്നാ, ഐഹികമായ ലഘുവായ ശിക്ഷകൾ അവരെ നാം അനുഭവിപ്പിക്കും. ദുനിയാവിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ശിക്ഷകൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ അതൊക്കെ വളരെ ലഘുവാണ്, പാരത്രികമായ ശിക്ഷയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിളാണ്. എന്നാൽ അത് അല്ലാഹു അനുഭവിക്കുന്നത് ദൂനൽ അദാബിൽ അക്ബർ, വലിയ ശിക്ഷ കൂടാതെ ദുനിയാവിലെ ഐഹികമായ ചെറിയ ശിക്ഷകൾ അവരെ നാം അനുഭവിപ്പിക്കുന്നത് ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങുന്നവരാകുവാൻ വേണ്ടിയാണ്, അവർ മടങ്ങുവാൻ വേണ്ടിയാണ്. തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് അവർ മടങ്ങുവാൻ വേണ്ടി, തങ്ങൾ ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന തിന്മകളിൽ നിന്ന് മടങ്ങിക്കൊണ്ട് അള്ളാഹുവിലേക്ക് തിരിച്ചു ചെല്ലുവാൻ വേണ്ടിയാണ് അള്ളാഹു ഇത് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് സൂറത്ത് സജ്ദയിലെ 21-ാമത്തെ വചനത്തിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നു. അതോടൊപ്പം മറ്റുള്ള ആളുകൾക്ക് പാഠമാകുവാൻ വേണ്ടിയാണ്. ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഈ ശിക്ഷ ബാധിക്കാതെ, പരീക്ഷണങ്ങൾ ബാധിക്കാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും പിൽക്കാലത്ത് വരാനിരിക്കുന്ന ആളുകൾക്കുമൊക്കെ ഒരു പാഠമെന്നോണവും കൂടിയാണ് അള്ളാഹു
ഇത്തരത്തിൽ ശിക്ഷകളും പരീക്ഷണങ്ങളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ശക്തി, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ മഹത്വം, ഇതൊക്കെ ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നതുകൂടി ഇതിന്റെ പിന്നിൽ ലക്ഷ്യമായിട്ടുണ്ട് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അള്ളാഹുവിന്റെ കഴിവും ശക്തിയും ബോധ്യപ്പെടുത്തുക എന്നതും ഇതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. ഖുർആൻ പറയുന്നു, ഖുൽ ഹുവൽ ഖാദിറു അലാ അൻ യബഅസ അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും. പറയുക പ്രവാചകരെ, ഹുവൽ ഖാദിർ, അവൻ കഴിവുള്ളവനാണ്, പടച്ച തമ്പുരാൻ കഴിവുള്ളവനാണ്. അലാ അൻ യബഅസ അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും, നിങ്ങളുടെ മുകളിൽ നിന്ന് നിങ്ങൾക്ക് ശിക്ഷ കൊണ്ടുവരാൻ കഴിവുള്ളവനാണ്, മീതെ നിന്ന് നിങ്ങളുടെ നേരെ ശിക്ഷ കൊണ്ടുവരുവാൻ കഴിവുള്ളവനാണ്. ഔ മിൻ തഹ്തി അർജുലിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കാൽ ചുവട്ടിൽ നിന്ന് ശിക്ഷ കൊണ്ടുവരാൻ കഴിവുള്ളവനാണ്. ഉരുൾപൊട്ടലായിക്കൊണ്ടും അതേപോലെയുള്ള മറ്റെന്തെങ്കിലുമൊക്കെ ശിക്ഷകളായിക്കൊണ്ട് അല്ലാഹു കൊണ്ടുവരാൻ കഴിവുള്ളവനാണ്. ഔ യൽബിസകും ശിയഅൻ, അല്ലെങ്കിൽ നിങ്ങളെ വിവിധ കക്ഷികളാക്കുകയും വയുദീഖ ബഅലകും ബഅസ ബഅലിൻ, അങ്ങനെ ഓരോരുത്തരെയും മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് അവരുടെ ശക്തി അനുഭവിപ്പിക്കുകയും ചെയ്യുവാനും കഴിവുള്ളവനാണ് പടച്ച തമ്പുരാൻ എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതിനാൽ ദൈവികമായ ശിക്ഷയെക്കുറിച്ചും പരീക്ഷണത്തെക്കുറിച്ചും ഒരിക്കലും നിർഭയരായിരുന്നുകൂടാ എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നത്. സൂറത്ത് അറാഫിലെ 97 മുതൽ 99 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അഫ അമിന അഹ്ലുൽ ഖുറ, ആ നാട്ടിലുള്ള ആളുകൾ നിർഭയരായിരിക്കുകയാണോ? അയ്യതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ, തങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ദൈവികമായ ശിക്ഷ, അള്ളാഹുവിന്റെ ശിക്ഷ, നമ്മുടെ ശിക്ഷ രാത്രിയിൽ അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ അവരുടെ നേരെ വരികയില്ല എന്ന് നിർഭയരായിരിക്കുകയാണോ അവർ? അഫഅമിന അഹ്ലുൽ ഖുറാ യഅതിയഹും ബഅസുനാ ദുഹൻ, പകൽ വേളകളിൽ നമ്മുടെ ശിക്ഷ വരികയില്ല എന്ന് അവർ നിർഭയരായിരിക്കുകയാണോ? വഹും യൽഅബുൻ, കളിച്ചുകൊണ്ടിരിക്കെ. മനുഷ്യന്മാർ അവരുടെ ജീവിത വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ, കളിച്ചുകൊണ്ടിരിക്കെ, ചിരിച്ചുകൊണ്ടിരിക്കെ, പകൽ വേളകളിൽ അള്ളാഹുവിന്റെ ശിക്ഷകൾ തങ്ങളുടെ നേരെ വരികയില്ല എന്ന് നിർഭയരായിരിക്കുകയാണോ? അഫ അമിനു മക്റല്ലാഹ്, അള്ളാഹുവിന്റെ തന്ത്രത്തെക്കുറിച്ച് അവർ നിർഭയരായിരിക്കുകയാണോ? ഫലാ യഉമനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, നഷ്ടം പറ്റിയ ജനതയല്ലാതെ അള്ളാഹുവിന്റെ തന്ത്രത്തെക്കുറിച്ച് നിർഭയരായിരിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇമാം ദഹബി വൻപാപങ്ങളെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ അൽ കബായിർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. വൻപാപങ്ങൾ എന്നതാണ് അതിനർത്ഥം. വൻപാപങ്ങൾ, സബുൽ മൂബിഖാത്തിനെ കുറിച്ച് 7 വൻപാപങ്ങളെ കുറിച്ച് നമുക്കറിയാം. ആ 7 വൻപാപങ്ങൾ മാത്രമല്ല, വേറെയും വൻപാപങ്ങളുണ്ട് എന്ന് വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഇമാം ദഹബിയുടെ അൽ കബായിർ എന്ന് പറയുന്ന ഗ്രന്ഥം. അതിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് ഈ വൻപാപങ്ങളിൽപ്പെട്ട ഒരു വൻപാപമാണ് അൽ അംനു മിൻ മക്രില്ല, അള്ളാഹുവിന്റെ തന്ത്രത്തെക്കുറിച്ചുള്ള നിർഭയത്വം. പടച്ചവന്റെ തന്ത്രത്തെക്കുറിച്ച് നിർഭയനായിരിക്കുക എന്നത് വൻപാപങ്ങളിൽ പെട്ടതാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അതാണ് വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നത്. അഫഅമിനു മക്റല്ലാഹ്, ദൈവികമായ തന്ത്രങ്ങളെക്കുറിച്ച് അവർ നിർഭയരായിരിക്കുകയാണോ? ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, നഷ്ടം പറ്റിയ ജനതയല്ലാതെ അള്ളാഹുവിന്റെ തന്ത്രത്തെക്കുറിച്ച് നിർഭയരായിരിക്കുകയില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ശിക്ഷയും മറ്റുമൊക്കെ അതേത് രാജ്യത്തും എവിടെയും സംഭവിക്കാം, എവിടെയും ബാധിക്കുമെന്നതാണ് ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. സൂറത്ത് ഇസ്രായേൽ 58-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, വഇൻ മിൻ ഖറിയത്തിൻ ഇല്ലാ നഹ്നു മുഹ്ലികൂഹാ ഖബ്ല യൗമിൽ ഖിയാമ ഔ മുഅദ്ദിബൂഹാ അദാബൻ ശദീദൻ, ഒരു രാജ്യവും തന്നെ ബാക്കിയില്ല, ഇല്ലാ നഹ്നു മുഹ്ലികൂഹാ, നാം നശിപ്പിക്കാത്ത, ഖബ്ല യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ മുമ്പ് നാം നശിപ്പിക്കാത്ത ഒരു രാജ്യവും ബാക്കി ഉണ്ടാവുകയില്ല. ഔ മുഅദ്ദിബൂഹാ, അല്ലെങ്കിൽ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ നാം ശിക്ഷിക്കുകയോ ചെയ്യാത്ത ഒരു രാജ്യവും ബാക്കി ഉണ്ടാവുകയില്ല. അദാബൻ ശദീദൻ, കഠിനമായ ശിക്ഷ. ഖിയാമത്ത് നാളിന് മുമ്പ് നാം നശിപ്പിക്കുകയോ അതല്ലെങ്കിൽ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യാത്ത ഒരു രാജ്യവും ഉണ്ടാവുകയില്ല. അത് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാകുന്നു എന്ന് സൂറത്ത് ഇസ്രായേൽ 58-ാമത്തെ വചനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരാം. അപ്പൊ എവിടെയും സംഭവിക്കാം. നമ്മൾ വിചാരിക്കും ഏതെങ്കിലുമൊക്കെ ഉരുൾപൊട്ടലും അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് അവിടെയല്ലേ, ആ ജില്ലയിലല്ലേ, അവിടെയല്ലേ, ഇവിടെയല്ലേ എന്നൊക്കെ വിചാരിക്കും. എവിടെയും സംഭവിക്കാം, എപ്പോഴും സംഭവിക്കാം. അതുകൊണ്ട് നിർഭയരായിരിക്കുക എന്നതൊരിക്കലും പരിഹാരമല്ല. നമ്മൾ ഏത് വിധത്തിൽ സംഭവിച്ചാലും ശരി മരണത്തിന് വിധേയരാകേണ്ടവരാണ്.
മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നും വിചാരിച്ചുകൊണ്ട് അതിനുവേണ്ടി പണിയെടുത്തുകൊണ്ട് എപ്പോഴും അള്ളാഹുവിന് വിധേയരായിക്കൊണ്ട് ജീവിക്കുവാൻ, കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാവണം. പരിഹാരം എന്ന് പറയുന്നത് ഇസ്തിഗ്ഫാറുകൾ, അള്ളാഹുവിലേക്കുള്ള തിരിച്ചുപോക്ക് എന്നതാണ്. നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള തിന്മകൾ നമുക്കാണ് ഏറ്റവും കൂടുതൽ അറിയുക. ആ തിന്മകൾ സ്വയം ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുവാൻ നമ്മൾ തയ്യാറാവണം. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധിത സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഇപ്രകാരം പറയുകയുണ്ടായി: വഇദ് ഖാലു അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്ഖ മിൻ ഇൻദിക. അള്ളാഹുവേ, മുഹമ്മദ് കൊണ്ടുവന്നത് നിന്റെ പക്കൽ നിന്നുള്ള സത്യമാണെങ്കിൽ ഫഅംതിർ അലൈനാ ഹിജാറത്തൻ മിനസ് സമാ, ആകാശത്ത് നിന്ന് ഞങ്ങളുടെ നേരെ നീ കൽമഴ വർഷിപ്പിക്കണമേ. അബിഅ്തിനാ ബിഅദാബിൻ അലീം, അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ ഞങ്ങളെ നീ അനുഭവിപ്പിക്കണമേ എന്നവർ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നത് വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, പ്രവാചകരെ താങ്കൾ അവർക്കിടയിൽ ഉണ്ടായിരിക്കെ അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതല്ല. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കിടയിൽ ജീവിച്ചിരിക്കെ അവർ അള്ളാഹു ഒന്നടങ്കം നശിപ്പിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്ന പ്രശ്നമില്ല. അതേപോലെ തന്നെ അതിന്റെ കൂടെ അള്ളാഹു ചേർത്ത് പറഞ്ഞു വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കെ, പാപമോചനത്തിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുകയും അള്ളാഹു അവരെ നശിപ്പിക്കുകയില്ല എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുവാൻ, ഈമാനും തഖ്വയും ഒക്കെ കൈമുതലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ തീർച്ചയായും നമ്മൾ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖ്വല്ലാഹ് ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിതം നയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ മറികടന്നുകൊണ്ടുള്ള ജീവിതം പാടില്ല എന്ന് വിശദീകരിക്കാതെ തന്നെ ബോധ്യമുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ നാടുകളിൽ പലതരം വികസന പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട്. മനുഷ്യ സമൂഹത്തിന്റെ പുരോഗതി എന്ന നിലക്ക്, മനുഷ്യ സമൂഹത്തിന്റെ വികാസം എന്നുള്ള നിലക്ക് പലപ്പോഴും വികസനങ്ങളുടെ ഭാഗമായിക്കൊണ്ട് പാരിസ്ഥിതികമായ പ്രശ്നങ്ങളെക്കുറിച്ചും ആഘാതങ്ങളെക്കുറിച്ചും കൃത്യമായിക്കൊണ്ട് പഠനം നടത്താതെ, അതല്ലെങ്കിൽ പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടൊക്കെ നിയമലംഘനം നടത്തിക്കൊണ്ട് അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന വിധത്തിലുള്ള പല പ്രവർത്തനങ്ങളും നമ്മുടെ നാടുകളിൽ നടക്കാറുണ്ട്. അതിന്റെ ദുരന്തങ്ങൾ പലപ്പോഴും നമ്മുടെ സമൂഹം അനുഭവിക്കാറുമുണ്ട്. ഏതുതരം വികസന പ്രവർത്തനങ്ങളായിരുന്നാലും ശരി, പരിസ്ഥിതി സൗഹൃദ നിലപാട് വേണ്ടവരാണ് വിശ്വാസികൾ എന്ന് നാം മനസ്സിലാക്കണം. വിശ്വാസികൾ എന്ന നിലക്ക് പരിസ്ഥിതി സൗഹൃദമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, ഭൂമിയിൽ നിങ്ങൾ നാശമുണ്ടാക്കാൻ പാടില്ല. ബഅദ ഇസ്ലാഹിഹാ, നന്മ വരുത്തിയതിനു ശേഷം. ഭൂമി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ഇസ്ലാഹ് വരുത്തിയതിനു ശേഷം, ഈ ഭൂമിയെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ ആവശ്യമായ വിധത്തിൽ അല്ലാഹു സംവിധാനിച്ചതിന് ശേഷം പിന്നീട് അവിടെ നിങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, നാശമുണ്ടാക്കാൻ പാടില്ല എന്നതാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ഇതിന്റെ വ്യവസ്ഥക്ക് തകരാറുകൾ ഉണ്ടാക്കാൻ പാടില്ല എന്നതാണ് ഖുർആൻ പറയുന്നത്. ദഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്, ഭൂമിയിൽ മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി കൊണ്ട് കടലിലും കരയിലുമൊക്കെ അവ്യവസ്ഥകൾ, നാശം അത് പ്രകടമായിരിക്കുന്നു എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ എപ്പോഴും പരിസ്ഥിതി സൗഹൃദമായിരിക്കണം എന്നതാണ് സാന്ദർഭികമായി കൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പല പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രകൃതി ദുരന്തങ്ങളിൽ അവിടെ സഹായികളായിക്കൊണ്ട് എത്തുവാനും അവിടെയുള്ള ആളുകളുടെ പ്രയാസങ്ങളും മറ്റുമൊക്കെ മനസ്സിലാക്കി അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുവാനും ഒക്കെ തീർച്ചയായും നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ശ്രമങ്ങൾ ഉണ്ടാവണം. പലപ്പോഴും മഴയും അതുപോലെ കെടുതികളുമൊക്കെ ആയിക്കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ജോലിക്ക് പോകാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാകും. കൂലിപ്പണിക്ക് പോകാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാകും. അവരുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങളും മറ്റുമൊക്കെ നൽകുവാൻ തീർച്ചയായും വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ബാധ്യതയുണ്ട് എന്ന കാര്യം നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വീടുകളും മറ്റുമൊക്കെ നഷ്ടപ്പെട്ടു പോയ എത്രയോ ആളുകൾ ഇത്തരത്തിൽ ഓരോ വർഷകാലത്തും നമ്മൾ അവരുടെ വാർത്തകളും മറ്റുമൊക്കെ നമ്മൾ കാണാറുണ്ട്.
അത്തരം ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ ലഭ്യമാക്കുവാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാടുകളിൽ രൂപപ്പെടുത്തുകയും ആ സംവിധാനങ്ങൾക്ക് വേണ്ട സഹായങ്ങളും സപ്പോർട്ടും നൽകുവാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യണം എന്നതാണ് സാന്ദർഭികമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഗവൺമെന്റ് സർക്കാർ സഹായങ്ങളും സർക്കാരേതര സഹായങ്ങളുമൊക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ അത് നമ്മൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യണം. പ്രത്യേകിച്ച് സാധാരണക്കാരായ ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്ത ആളുകളാണ് എങ്കിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണം എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുവാൻ തീർച്ചയായും നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. നബി തിരുമേനി ശ്രദ്ധാസ്പദങ്ങൾ പറഞ്ഞു, അർറാഹിമൂൻ യർഹമുഹുമുർ റഹ്മാൻ, പരമകാരുണികൻ കരുണ കാണിക്കുന്ന ആളുകളോട് കരുണ കാണിച്ചുകൊണ്ടിരിക്കും. അതിനാൽ ഇർഹമു മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ ചെയ്യും. ജാതിയും മതവും ഒന്നും നോക്കാതെ പ്രയാസപ്പെടുന്നവരാരാണോ അവരുടെ കണ്ണീരൊപ്പുവാൻ, അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുവാൻ തീർച്ചയായും വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ബാധ്യതയുണ്ട്. ആ കാരുണ്യം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം എടുത്തു മാറ്റപ്പെടുന്നത് നിർഭാഗ്യവാന്മാരിൽ നിന്ന് മാത്രമാണ് എന്ന് പ്രവാചകൻ പറയുന്നു. ലാ തുൻസഉ റഹ്മതു ഇല്ലാ മിൻ ശഖിയ്യിൻ, നിർഭാഗ്യവാനിൽ നിന്നല്ലാതെ കാരുണ്യം എടുത്തു മാറ്റപ്പെടുകയില്ല എന്ന് പ്രവാചക തിരുമേനി പറഞ്ഞതായിട്ട് ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ കാണുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കരുണ പറ്റാത്ത ആളുകളായിക്കൊണ്ട് മാറുക. ആളുകൾക്ക് പരമാവധി നമ്മുടെ കാരുണ്യം ലഭിക്കേണ്ടതുണ്ട്. അർഹിക്കുന്ന ആളുകൾ എവിടെയുള്ള ആളുകളായിരുന്നാലും ശരി, അവർക്കുള്ള സഹായങ്ങളും മറ്റുമൊക്കെ എത്തിക്കുവാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങളിൽ മുന്നേറുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തീരുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഹീന അലൽ കിതാബി വസുന്ന وأمتنا مع الإيمان والتوبة. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين.